കൂട്ടുകാരി ഇനി നടക്കുമ്പോൾ നമ്മുടെ പുറകിലോട്ടുള്ള വശമാണ് കണ്ടോ. ഇവിടെ ഒരു തേങ്ങ മരം ഉണ്ടായിരുന്നു, തെങ്ങ്. ഇത് വെട്ടി കേട്ടോ, കണ്ടോ. അവിടെ ഒരു തേങ്ങ മരം ഉണ്ടായിരുന്നു, ഇത് വെട്ടി. ഇനി ഇതാ അവിടെ ഒരു വലിയ ഒരു മാങ്ങ മരമുണ്ട്. പച്ചപ്പ് സൗഹൃദം നിറഞ്ഞു കണ്ടോ കണ്ടോ. ഇതിങ്ങനെ ഇടവഴിക്കൂടെ പോകുമ്പോൾ നമുക്ക് സൗഹൃദമായ പച്ചക്കറി തോട്ടം കാണാം കണ്ടോ. പച്ചക്കറിത്തൊക്കെ തക്കാളിയാണ്. പിന്നെ അവിടെ ഒരു വലിയ പച്ചമുളകുണ്ട്. ഇനി അതവിടെ തുളസി കണ്ടോ. ഇതവിടെയും തുളസിയൊക്കെ നിൽക്കട്ടെ കാണുന്നുണ്ട്. ഇതും അങ്ങനെ കൊമ്പ് തുളസിയാണ്. പിന്നെ അവിടെ നിരത്തി തുളസി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതൊരു പച്ചമുളക് ചെടി ചരിഞ്ഞതാണ്, അതുണ്ടാക്കിയിട്ട്. പിന്നെ അത് ഒരു പയറ് ചെടിയുണ്ട് ഇവിടെ. പിന്നെ ഈ ചെടിയിൽ ഗായ്സ്, ഇത് ഞാൻ ആദ്യം നട്ടൊരു ചെടിയാണ് കേട്ടോ. ഇതൊരു വെണ്ടയ്ക്ക ചെടിയാണ്. ഞാൻ അത് ആദ്യമായിട്ട് നട്ടൊരു വെണ്ടയ്ക്ക ചെടിയാണ്. പിന്നെ അതാ അവിടെ ഒരു ചേനയുണ്ട്. പിന്നെ അതാ അവിടെ ഒരു തണ്ണിമത്തനൊന്നും കാണുന്നില്ല, അതൊരു വഴുതിരിങ്ങയാണ്. പിന്നെ കണ്ടോ ഇവിടെ കുറച്ച് ചെണ്ടുമല്ലികളുണ്ട്. ഈ ചെണ്ടുമല്ലി ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെയും ചെണ്ടുമല്ലി. നമ്മുടെ ഉമ്മറത്ത് ഞാൻ ആ സൈഡിൽ അവിടെ ചെണ്ടുമല്ലി നട്ടിട്ടുണ്ട് കേട്ടോ. തന്നെ വളർന്ന ചെണ്ടുമല്ലി. ഇതൊക്കെ ചീരയായിരുന്നു കേട്ടോ, നിറച്ചും ചീരയുണ്ടായിരുന്നു, ഒക്കെ പോയതാണ്. പിന്നെ ഇതിൽ കൂടെ വന്നാൽ പിന്നെ നമ്മുടെ ഈ ഭാഗം തന്നെ കാണും കേട്ടോ. പിന്നെ ഗൈസ് അവിടെ നിന്ന് വെണ്ടയ്ക്കകളുണ്ട്. വെണ്ടയ്ക്കയുണ്ട് കേട്ടോ കൂട്ടുകാരി, വെണ്ടയ്ക്ക. പിന്നെ ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു മുരിങ്ങ മരമുണ്ട്. നമുക്കിതിന് മേലേക്കൊന്നും പോകണ്ട, ടെറസിന് മേലേക്ക്. ഇങ്ങനെ 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 കാല് വെച്ച് 25 സ്റ്റെപ്പുണ്ട് കേട്ടോ കൂട്ടുകാരെ. സ്റ്റെപ്പിന് അങ്ങനെ ഇങ്ങനെ 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 പ്രകൃതിയായി ബന്ധപ്പെട്ട വീടുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടുന്ന് കണ്ടോ ഗായ്സ്. സ്പ്രെഡായി പടർന്നു വരുന്നൊരു മത്തൻ കുമ്പളങ്ങ എന്തോ ഇങ്ങനെ അവിടെ സ്പ്രെഡായിട്ടുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് കാണാൻ. എല്ലാ ഭാഗവും ഇവിടുന്ന് കാണാം കണ്ടോ കൂട്ടുകാർ. ഇതാണ് ഞങ്ങളുടെ ടെറസ്. ഇവിടെ തേച്ച് മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതാണ് കണ്ടോ. നടന്നു പോകുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ ഭാഗം ഇവിടെ തേച്ചതാണ്. ഈ ഭാഗം ഇവിടെ തേച്ചിട്ടുണ്ട്. ഈ ഭാഗം ഇവിടെ തേച്ചിരിക്കുക. തുണി കുത്തിയിട്ട് ഇവിടെ പൈപ്പൊക്കെ ഉണ്ട്, ഇനി വെള്ളം ചാടാൻ. ഇവിടെ അടുക്കള ഭാഗം, ഈ ഭാഗം ഷീറ്റിട്ട് കളാം. പിന്നെ അത് അവിടെ ഒരു